കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കാൻ കുറേ ആളുകൾ വിചാരിക്കുന്ന പോലെ വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത്? അപ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും അറിയാവുന്നതല്ലേ ദോശ എന്ന് പറയും. പക്ഷേ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതല്ല ഏറ്റവും വലിയ കാര്യം. നമ്മൾ ആ മാവ് നന്നായാലേ ദോശ നന്നാവുള്ളൂ. അപ്പോൾ മാവ് നന്നാവണമെങ്കിൽ നമ്മുടെ കൂട്ട് നന്നാവണം. അപ്പോൾ എപ്പോഴും നമ്മൾ അരി എടുക്കുമ്പോഴും ഉഴുന്നെടുക്കുമ്പോഴും അതിൻ്റെ നല്ല ക്വാളിറ്റി ഉഴുന്നെടുത്താലാണ് നമുക്ക് നല്ല വിധത്തിലുള്ള ദോശ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ഉലുവ ചേർത്തിരിക്കണം. അതിൻ്റെ അളവ് കൃത്യമായിരിക്കണം. എപ്പോഴും ഒരു 3 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പച്ചരി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു 1.25 ഗ്ലാസ്സെങ്കിലും ഉഴുന്ന് ചേർക്കണം. ഒരു ടീസ്പൂൺ ഉലുവയും ചേർക്കണം. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ ദോശ നന്നായി കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ പാൻ നന്നായി ചൂടായ ശേഷം അല്പം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതൊരു നമ്മൾ ടിഷ്യൂ വെച്ച് തുടച്ച ശേഷമായിരിക്കണം നമ്മുടെ ദോശ ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു ദോശ സാദാ ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം മുരിയണമെങ്കിൽ നമ്മളെല്ലാവരും പറയും എങ്ങനെയാണ് മുരിയേണ്ടതെന്ന്. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ അരിയുടെയും ആ ഉഴുന്നിൻ്റെ ക്വാളിറ്റി എങ്ങനെ നന്നായിരിക്കും അതനുസരിച്ച് നമ്മുടെ ദോശയുടെ അടിഭാഗമൊക്കെ നല്ല ബ്രൗണിഷ് കളറായിട്ട് വരും. അതേ മാത്രമല്ല നമ്മൾ എപ്പോഴും നെയ്യ് മാത്രമല്ല ചേർക്കുന്നത്, നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണയുടെ കൂടെ തന്നെ ഇപ്പം നമ്മളൊരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അല്ലാണ്ട് ഫുള്ള് നമ്മളൊരിക്കലും ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. ആ എണ്ണയും കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ദോശയുടെ കളറ് തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കണം നോക്കിയാൽ ഇത് സാധാരണ ഒരു വെള്ളയപ്പ ദോശ പോലെ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടങ്ങൾ. ചിലർക്ക് അത്ര ക്രിസ്പി ആവണമെന്നില്ല, ചിലവർക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ചിലർ പറഞ്ഞ പോലെ തന്നെ തട്ടിക്കുട്ട് ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ ഈ തട്ടുകടകളിൽ നിന്ന് വാങ്ങുന്നത്, അങ്ങനെ ഇത്തിരി കട്ടിയിലുള്ള ദോശ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ദോശകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ പലതരം ദോശകളാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ വെള്ളയപ്പ ദോശയാണ്. ഇതിന് വളരെ വെള്ളയപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇതിൽ നെയ്യ് ഒഴിക്കണമെന്ന് തന്നെ ഇല്ല. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തുള്ളി എണ്ണ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് മറിച്ചിടണമെന്നില്ല. ഇത് വെള്ളയപ്പ ദോശ ആയതുകൊണ്ട് മറയ്ക്കണം തന്നെയില്ല. ഇനി നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവണമെന്ന്, അതായത് അതിൻ്റെ ഒരു പച്ചക്കുത്തൊന്നും വേണ്ട എന്ന് കരുതണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ വന്നിട്ട് ഒരിക്കലും നമ്മൾ ഇട്ടിട്ട് കുറേ നേരം ഇടാൻ പാടില്ല. എടുക്കുക, അപ്പം തന്നെ എടുക്കുക. നമ്മൾ ചില വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ചിലവർ മറിച്ചിടണം കാണാം. അതേപോലെ തന്നെയാണ് ഈ ഒരു വെള്ളയപ്പ ദോശയിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ആ ഒരു അടിഭാഗം നല്ലതായിട്ട് എടുത്തു, അപ്പം തന്നെ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടിക്കൂട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ ഈ തട്ടിക്കൂട്ട് ദോശ എന്ന് പറയുന്നത് നല്ല കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം മാവ് ഒഴിച്ചിട്ടാണ് നമ്മൾ തട്ടിക്കൂട്ട് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തട്ടിക്കൂട്ട് ദോശ ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈ ആവില്ല. ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളത് കൊണ്ട് മാത്രമല്ല, നല്ല കട്ടിയുണ്ട് അതോടൊപ്പം സോഫ്റ്റ് ഉള്ളത് കൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കള്ളപ്പൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ നമ്മുടെ തട്ടിക്കൂട്ട് ദോശ റെഡിയാവും. അപ്പോൾ നമുക്കിതിന് വേണ്ടി ഒരു 2.5 ടേബിൾ സ്പൂണോളം മാവ് ഒഴിച്ചു. പരത്തുന്നതിനും വേണം നമുക്കതിനൊരു കഴിവ്. 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ പരത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴും നമ്മുടെ ചൂടാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ചൂട് ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശ നന്നാവും. മാത്രമല്ല അതിലെ എണ്ണമയം പാനിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീടൊരു മാവ് ഒഴിക്കുമ്പോൾ നമുക്ക് വിചാരിച്ച ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ സാധാരണ കടകളിലൊക്കെ ആൾക്കാർ ഇത്തിരി വെള്ളം ഒഴിച്ച് ചൂലുകൊണ്ട് ഇങ്ങനെ അവർ ഇതാക്കുന്നത് വലിയ കടകളിലൊക്കെ. എന്നിട്ട് അവർ തുണി വെച്ച് തുടച്ച് കളയും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ മാവിൽ എണ്ണ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഷേപ്പ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് വീട്ടിലും പ്രയോഗിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല നെയ്യൊക്കെ ഇഷ്ടമാണെന്ന് കരുതിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ വിചാരിച്ച ഷേപ്പ് കിട്ടില്ല. ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് നല്ല ഷേപ്പൊക്കെ വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടച്ച ശേഷമായിരിക്കണം നമ്മൾ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. നല്ല ചൂട് ഹൈ ഫ്ലെയിം ആക്കുകയും വേണം. അതോടൊപ്പം തന്നെ ചൂട് ലെവലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ചൂട് കുറച്ച് നമ്മൾ സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒത്തിരി കുട്ടികൾ എപ്പോൾ നോക്കിയാലും ദോശ ഉണ്ടാക്കുമ്പോൾ ശരിയാവണില്ല എന്നൊക്കെ പറയണേക്കാം. ഇപ്പം ഈവൻ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ദോശ ഉണ്ടാക്കുമ്പോൾ ഷേപ്പ്ലെസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കടകളിൽ നിന്നാണ് എല്ലാവരും അധികം മാവുകളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അതിലൊക്കെ ഉഴുന്നിൻ്റെ അംശം കുറച്ച് കുറവായിരിക്കും. നമ്മൾ വീട്ടിലരയ്ക്കുന്ന മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ള മാവാണെങ്കിൽ നല്ല പൊലിഞ്ഞ് വരികയും ചെയ്യും. അതേപോലെ നല്ല ബ്രൗണിഷ് കളറിൽ നല്ല കിട്ടും.
പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയും നെയ്യും കൂടി മിശ്രിതമാക്കിയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഫുള്ള് നമ്മുടെ കയ്യിൽ നെയ്യ് ചെല്ലണമില്ലാതാനും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.